നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയണേ. അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത് ഓരോ ഗ്രഹമാറ്റങ്ങളും എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അഡ്വാൻസായിട്ട് ചെയ്യുകയാണ്. അത് നമ്മൾ ശനിമാറ്റം ചെയ്തു, അത് കഴിഞ്ഞ് ശരിക്കും വിഷുഫലം ചെയ്തു, അതുപോലെ വ്യാഴമാറ്റവും വരികയാണ്. കാരണം അഡ്വാൻസായിട്ട് ചെയ്യണത് എന്തെന്ന് വെച്ചാൽ പലരും ആവശ്യപ്പെട്ടത് അതിൽ വലിയ സത്യമുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇന്ന് വ്യാഴം മാറാൻ പോവുകയാണ്, ഇന്ന് രാവിലെ നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് ഇട്ടതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. കാരണം വ്യാഴം മാറി, നമുക്കതിന് ഒരു പ്രതിവിധിയും ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസായിട്ട് ഒരു അസുഖം വരുന്നതിന് മുമ്പ്, ഇപ്പോൾ കൊറോണ ബാധിച്ചതിന് ശേഷം കൊറോണയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് വലിയ കാര്യമൊന്നും വന്നില്ല. കൊറോണ വരാതിരിക്കാനുള്ള വാക്സിൻ എടുത്തതിലാണ് ആളുകൾ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ അതുപോലെ നമുക്കെല്ലാ കാര്യവും മുന്നേ കൂട്ടി മനസ്സിലാക്കി തരാനും മുന്നേ കൂട്ടി അറിഞ്ഞ് അതിൽ നിന്ന് അതിജീവിക്കാനും വേണ്ടിയിട്ടാണ് മഹർഷി വര്യന്മാർ ഈ മഹത് ശാസ്ത്രം എഴുതി വച്ചിട്ട് പോയത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി വര്യന്മാർ ഈ മഹത് ശാസ്ത്രം എഴുതി വച്ചിട്ട് പോയത് നമുക്ക് നാളെ വരുന്നവർ അവർ വിപത്തുകളിൽ പെടാതെ അവരെ മുന്നേ കൂട്ടി മനസ്സിലാക്കി അവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ റൂട്ട് മാപ്പാണ് ജ്യോതിഷം. അപ്പോൾ റൂട്ട് മാപ്പ് എവിടെയൊക്കെ നമുക്ക് പതിയിരിപ്പുണ്ട്, എവിടെയൊക്കെ പേടിക്കണം എന്ന് മുന്നേ കൂട്ടി മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ടാണ് 2025 മെയ് മാസം 14-ാം തീയതി രാത്രി വ്യാഴം മാറുകയാണ്. 2026 ജൂൺ മാസം 1-ാം തീയതി രാവിലെ വരെ ഉണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം അടുത്ത രാശിയിലേക്ക് വ്യാഴം മാറും. എന്നാലും പൂർവ്വഗതി ഫലത്തെ കൊടുക്കുകയുള്ളൂ. നേരത്തെ ഗ്രഹം മിഥുനത്തിൽ നിൽക്കുന്നെങ്കിൽ മിഥുനത്തിൻ്റെ ഫലമേ തരത്തുള്ളൂ. അപ്പോൾ ശരിക്കും ഇടവരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും ചിലർക്ക് വളരെ ഗുണപ്രദമായിരിക്കും ഗുരുഭഗവാന്റെ മാറ്റം, ചിലർക്ക് കുറച്ച് കഷ്ടതയും കൊടുക്കും. ആ കഷ്ടതയുള്ളവർ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാം. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ നേരത്തെ ഈ വീഡിയോ ചെയ്യാൻ പറയണത് തന്നെ. എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്തിനാണ്? എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യാമല്ലോ, അല്ലാതെ രോഗം വന്നതിന് ശേഷം ചികിത്സയ്ക്ക് നടക്കണ്ടല്ലോ. ഇന്ന് നമുക്ക് കർക്കിടക രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കർക്കിടക രാശിയിൽപ്പെടുന്ന, അതായത് പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ശരിക്ക് കർക്കിടക രാശി. കർക്കിടക രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴഭഗവാന്റെ മാറ്റം വളരെ മോശപ്രദമാണ്. കാരണം 12ലേക്ക് വ്യാഴം മറിഞ്ഞ് വരെയാണ്. വ്യാഴം വരുന്നത് 12ലേക്കാണ്. വ്യാഴം ഒട്ടും ഇഷ്ടമല്ലാത്ത സ്ഥലമാണ് 12. അതാണ് 12-ാം വ്യാഴം. കഴിഞ്ഞ പീരീഡ് കണ്ട ശനിയും അഷ്ടമശനിയൊക്കെ നമുക്ക് നിന്നു എങ്കിലും വ്യാഴം കഴിഞ്ഞ പീരീഡിൽ 11-ൽ നിൽക്കുകയാണ് ഈ സമയം വരെ. അതുവരെ 2025 മെയ് മാസം 14-ാം തീയതി വരെ വ്യാഴം 11-ലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാണ് 12ലേക്ക് പോണത്. അതുകൊണ്ടാണ് അഡ്വാൻസായിട്ട് നിങ്ങളുടെ പറയണേ. 12ലേക്ക് വ്യാഴം വരുന്ന ഒരു വർഷത്തോളം കാലയളവ് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. ധനവ്യയത്തെ കൊടുക്കും, വരുമാനത്തെക്കാൾ ഉപരി ചെലവ് വരുത്തും. 12ലെ വ്യാഴം സാമ്പത്തിക നഷ്ടം, ശാരീരിക വൈഷമ്യം, പലതരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഭഗവാൻ മറഞ്ഞു നിൽക്കുകയാണ്. ഈശ്വരാധീനം തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യണം. ആരുമായി സഹകരിക്കുന്നത് സൂക്ഷിക്കണം. വഴക്കുകൾ, പ്രശ്നങ്ങൾ, കേസ്, അസ്വസ്ഥതകൾ എല്ലാം ഉണ്ടാവും. വളരെ വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകും. ഗുരുതുല്യരായിട്ടുള്ളവർ, ഗുരുത്വം ആയിട്ടുള്ളവർക്ക് തന്നെ നമ്മളോട് അതൃപ്തി ഉണ്ടാവും. അച്ഛൻ, അമ്മ, അതുപോലെ അമ്മാവൻ, അപ്പൂപ്പൻ, അതുപോലെ ഗുരുത്വമുള്ളവരെ വളരെ റെസ്പെക്റ്റ് ചെയ്ത് പോവേണ്ട സമയമാണിപ്പോൾ. ഈ സമയത്ത് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷമ വാക്ക് കേട്ടാൽ പോലും നമുക്ക് ദോഷം വരും. കാരണം ദൈവാധീനം മറിഞ്ഞിരിക്കുകയാണ്, ഗുരു മറിഞ്ഞിരിക്കുകയാണ്. ആ ഗുരുവിനെ നമ്മളെ ലൈനിലേക്ക് കൊണ്ടുവരണം. അതാണ് പ്രതിവിധി.
അതിനെന്ത് ചെയ്യണം? വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പാൽപ്പായസം നടത്തണം. അതുപോലെ വ്യാഴാഴ്ച വ്രതം നോക്കണം. വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ രാശിക്കാർ ഈ ഒരു വർഷക്കാലവും വ്യാഴത്തിൻ്റെ പവർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ മഹാസുദർശന യന്ത്രം, വിഷ്ണു ചക്രം, യന്ത്ര രാജാവാണ് സുദർശനം. അപ്പോൾ മഹാസുദർശന ചക്രം സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ കിട്ടിക്കൊള്ളണം, ഒരു കവചം. നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സാമ്പത്തിക ബ്ലോക്ക് വരാതെ സംരക്ഷിക്കും. നമ്മളെ പ്രൊട്ടക്ഷനായിട്ട് ചെയ്തുകൊള്ളുക. അപ്പോൾ നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം എന്തിനാണ്? നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കത്തക്ക രീതിയിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ഓരോ വീഡിയോകൾ ഇതുപോലെ അഡ്വാൻസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കി ഓരോ വിപത്തുകൾ വരാതെ അതിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ചാനൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്തിനാണ്? ഇതുപോലെ ആപത്തുകൾ നമ്മളെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വരരുത്. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും രക്ഷ നേടണം. അതിനുവേണ്ടി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പേർക്കും മഹാഗുരുവിൻ്റെ പ്രീതിയാൽ ഒരു ദോഷവും വരാതെ സംരക്ഷണം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.